أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس أوصيكم عباد الله نفسي أولا بتقوى الله. إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي. أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات. ترى في يسرنا من لا يصلي وفي رمضان لا يمضي صياما ويفحش في صباب أو شجار ولست بفاهم منه كلاما. ഈ മഹത്തായ ഇൽമിന്റെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാനരായ നേതാക്കന്മാരെ, സദസ്സിലും പരിസരത്തും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, കേരള നദവത്തുൽ മുജാഹിദീൻ വടകര യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ
ആദർശ വിശദീകരണ വേദിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം അഹ്ലുസുന്ന വൽ ജമാഅ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആദർശത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് മതരംഗത്ത് ഒരുപാട് സംഘടനകൾ ഉണ്ട്. സുന്നികൾ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷിയായിസത്തിന്റെ ആദർശം സ്വീകരിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്നറിയപ്പെടുന്ന ജമാഅത്തെ മൗദൂദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയുണ്ട്. സലഫുകളുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനമുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം പ്രസ്ഥാനങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ മതവേദിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഞങ്ങൾ സ്വർഗത്തിലേക്ക് നയിക്കുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഈ മതവേദിയെ അല്പം ഗൗരവത്തോടു കൂടി കാണുന്ന ഏതൊരാളും ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നു ഞങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്, ഞങ്ങളും സ്വർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ കടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ പല പ്രസ്ഥാനത്തിന്റെയും മതപ്രഭാഷണങ്ങൾ മാറി മാറി കേൾക്കുന്ന ആളുകൾ, ഇതെല്ലാം ഒരു തർക്കത്തിന്റെ വേദിയാണ്. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ജനിച്ചുപോയത് വമ്പിച്ച നഷ്ടമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഈ വക യാതൊരു ബുദ്ധിമുട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ പോവുക, അവിടെ നബിയുടെ കീഴിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുക, അതേപോലെ തന്നെ യുദ്ധമുണ്ടാകുമ്പോൾ നബിയുടെ കൂടെ പങ്കെടുക്കുക, അതേപോലെ തന്നെ റമദാൻ വരുമ്പോൾ നോമ്പ് നോക്കുക, ഹജ്ജ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ദീനീപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ നബിയോട് ചോദിച്ചറിയുക, വേറെ യാതൊരു പ്രയാസമില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം സംസാരിക്കുന്നത്, സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു തരം നിരാശാബാധിതരായിക്കൊണ്ട് ജനക്കൂട്ടം മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ വളരുകയാണ്. സത്യത്തിൽ മതത്തിന്റെ വേദിയിൽ മാത്രമാണോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തർക്കമുള്ളത്? മതവേദിയിൽ മാത്രമാണോ ഇങ്ങനെ ഗ്രൂപ്പിസങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉള്ളത്? അല്ല. ഭൗതികമായ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഗണങ്ങളിലേക്ക്, നിലവാരങ്ങളിലേക്ക് നാം ഇറങ്ങി നോക്കിയാലും അവിടെ എല്ലാം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് ഭിന്നതകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളൊരു കടയിൽ കയറിയിട്ട് ഒരു സോപ്പ് വാങ്ങാൻ പോയി. അപ്പൊ സോപ്പ് വാങ്ങാൻ കൂട്ടുകാരന്റെ കൂടെ പോയിട്ട് ഏത് സോപ്പാ വാങ്ങുക എന്നുള്ള നിലക്ക് ഒരു ലെക്സ് സോപ്പ് തരുന്നത്. അപ്പോ സുഹൃത്ത് പറയണ ലെക്സ് സോപ്പ് വാങ്ങണ്ട, വെറുതെ 16 രൂപ മുടക്കിയിട്ട് കാര്യമുണ്ടോ, അത് 4 ദിവസം കൊണ്ട് ചക്കച്ചുള പോലെ കണ്ട് ചുളുങ്ങിപ്പോകും. ഇത് ലൈഫ് ബോയ് വാങ്ങിക്കാതെ കുറച്ച് കട്ടിയുള്ള സോപ്പാണ്. അപ്പൊ അപ്പുറത്തൊക്കെ ഒരാൾ പറയും, ആ ലൈഫ് ബോയ് നായനെ കുളിപ്പിക്കുന്ന സോപ്പാണ് ചങ്ങായി, അതൊക്കെ വാങ്ങാൻ പാടുണ്ടോ? അപ്പൊ കച്ചവടക്കാരൻ പറയാ, എന്നാ നിങ്ങള് രാധാസ് എടുത്തോളി, ആയുർവേദം അത് നന്നാവും. ഇങ്ങനെ ഒരു സോപ്പിന്റെ പേരിൽ തന്നെ കൂടി നിന്നവരിൽ പല അഭിപ്രായം. എന്നാ ഞാൻ കുളിക്കണില്ല, എനിക്ക് സോപ്പന്നെ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോരോ? ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സോപ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരും.
അതേപോലെ തന്നെ ഇപ്പൊ SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ എന്റെ മകനെ ഏത് രീതിയിലാണ് ഞാൻ അയക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് എന്നതിനു വേണ്ടി ഒരു രക്ഷിതാവ് ഇങ്ങനെയുള്ള കമ്മിറ്റികളുടെ മീറ്റിംഗിൽ പോയിരുന്നാൽ അത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ സംസാരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഡോക്ടറാക്കാൻ വേണ്ടി, അല്ല ഞാനിപ്പോ വക്കീലാക്കാൻ വേണ്ടി, അല്ല ഞാൻ പോലെ ഇലക്ട്രോണിക് എഞ്ചിനീയർ ആക്കാൻ വേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ടി എന്ന് സംശയിച്ചു പോകും. എന്നാൽ ആരും ഞാൻ പഠിപ്പിക്കണില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ അഭിപ്രായം കേട്ടിട്ട് വെറുതെ ഇരിക്കോ? ഇല്ല, നമ്മൾ തോന്നിയ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് മകനെ ആ റൂട്ടിലേക്ക് തിരിച്ചുവിടും. ഇപ്പൊ ഗൾഫിൽ നിന്ന് കുറച്ച് പൈസയായിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. എന്നിട്ട് വടകര ടൗണിൽ നമ്മൾ ഒരു കച്ചവടം തുടങ്ങണം എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മളെ കൂട്ടുകാരോട് ചോദിച്ചാൽ ഞാൻ ഏത് കച്ചവടം തുടങ്ങുക? അപ്പൊ ഒരാൾ പറഞ്ഞില്ല ബേക്കറി തുടങ്ങിക്കോ. അപ്പൊ മറ്റോ പറഞ്ഞ ബേക്കറി തുടങ്ങണ്ട, ബേക്കറി ഇവിടെ 2-3 ആൾക്കാർ ഇട്ടിട്ട് നഷ്ടപ്പെട്ടതാണ്, നമ്മൾ ഉദ്ദേശിച്ചമാതിരി നമ്മുടെ കച്ചവടം കിട്ടൂല, എന്നാ പിന്നെ നമുക്കൊരു ഹോട്ടലാക്കാം. ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ പണിക്കാരെ തക്കത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ, വെള്ളം കിട്ടിയില്ലെങ്കിൽ അതൊക്കെ അസൗകര്യമാണ്, ഇവിടെ 2-3 കട പൂട്ടിയതാണ്, അത് വേണ്ട. ഇങ്ങനെ 4-5 അഭിപ്രായം അവന്റെ പൈസ കൊണ്ടൊരു ഏർപ്പാട് തുടങ്ങാൻ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അതിന് ഒരു എത്തും പിടിയും കിട്ടൂല. എന്നാ ഞാൻ അതുകൊണ്ട് ഞാൻ കച്ചവടം തന്നെ തുടങ്ങണില്ല, അതൊക്കെ പലിശ കൊടുക്കാൻ ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല, നമ്മൾ ഏതെങ്കിലുമൊക്കെ ആലോചിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് നമ്മളൊരു കച്ചവടമാണ് തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമ്മുടെ ഈ വ്യക്തി ജീവിതത്തിൽ, ഈ കുടുംബ ജീവിതത്തിൽ, ഈ സാമൂഹിക ജീവിതത്തിൽ, ഈ ഭൗതികമായ ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും നമുക്കിടയിലുണ്ട്. എന്നാൽ ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടും അല്ലെങ്കിൽ കേൾക്കാതെയും നാം സ്വയം തീരുമാനമെടുത്ത് ഏതെങ്കിലും ഒക്കെ ഒന്ന് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടും, ചിലപ്പോൾ നഷ്ടപ്പെടും. എന്നാൽ അത് ഈ ദുനിയാവിലുള്ള ലാഭമാണ്, നഷ്ടമാണ്, അത് തികച്ചും താൽക്കാലികം മാത്രമാണ്. എന്നാൽ മതവേദിയിൽ ഒട്ടനേകം സംഘടനകളുണ്ട്, അവരെല്ലാവരും തർക്കമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിലേക്കുമില്ല, ഞാനിങ്ങനെ പാരമ്പര്യമായി മനസ്സിലാക്കി പോകുന്നത്, എന്റെ വാപ്പപ്പമാരായി തുടർന്നു പോകുന്നത് അങ്ങനെ നാട്ടു നടപ്പനുസരിച്ചുള്ളത് മതി, നിങ്ങളത് പഠിക്കാനും അറിയാനും വേണ്ടിയുള്ള ശ്രമം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ പരലോകമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് രണ്ടാമതൊരു ഘട്ടം നിശ്ചയിച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കും. അവിടെ നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടും. നന്മ ചെയ്ത ആളുകൾക്ക് വേണ്ടി അല്ലാഹു തആല സ്വർഗവും, തിന്മ ചെയ്ത ആളുകൾക്ക് വേണ്ടി പടച്ച തമ്പുരാൻ നരകവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോകത്തെത്തുമ്പോൾ വിജയിക്കാൻ ആവശ്യമായ ആദർശം, വിജയിക്കാൻ ആവശ്യമായ ആശയം തന്റെ കൈകളിലില്ല എങ്കിൽ, ഏതെങ്കിലും തോന്നിയ രൂപത്തിൽ ആലോചിക്കാതെ ചിന്താശേഷിയില്ലാതെ ഒഴുക്കിനൊത്തൊഴുകിയാൽ വമ്പിച്ച പരാജയമായിരിക്കും അവിടെ വരിക എന്നുള്ളത് കൊണ്ട് മതത്തിന്റെ വേദിയിൽ വ്യത്യസ്ത സംഘടനകൾ ഉണ്ടാകട്ടെ, തർക്കങ്ങൾ ഉണ്ടാകട്ടെ, അവിടെയെല്ലാം തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ മാനദണ്ഡം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിലൂടെ ഈ ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കുമ്പോൾ ലോകാവസാനം വരെ ഈ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിലനിൽക്കുമെന്നല്ല റസൂൽ പറഞ്ഞത്, മറിച്ച് എനിക്ക് ശേഷം ഈ ദീനിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് തോന്നിയ ഓരോ സംഘടനയിൽ നിങ്ങൾ കയറിക്കൂടണമെന്നല്ല റസൂൽ പറഞ്ഞത്, മറിച്ചു അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് തിരിച്ചു വരണം, എന്റെ ചര്യയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഏതാണ് ആ ചര്യ? സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, ഉത്തമരായ സച്ചരിതരായ സലഫ് സ്വാലികളുടെ മാർഗത്തിലേക്ക്. പിന്നെ വാജിദ്, അതിന് നിങ്ങൾ അണപ്പല്ല് ചേർത്ത് കടിച്ചു പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നന്നായി പരിശോധനയ്ക്ക് വിധേയമാക്കി നന്നായി വാശിയോടുകൂടി പിടിച്ചിട്ടില്ലെങ്കിൽ തന്റെ കൈകളിൽ നിന്ന് ആദർശം കുതറിപ്പോകുന്ന ഒരു വിഷമഘട്ടം ഈ സമൂഹത്തിൽ വരാനുണ്ടെന്ന് റസൂൽ വിശദീകരിച്ചു എങ്കിൽ അത് വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ജൂതന്മാർ 71 കക്ഷികളായി പിളർന്നു,
അതിൽ 70 നരകത്തിലേക്ക് പോയി. ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി പിളർന്നു. അതിൽ 71 നരകത്തിലേക്ക് പോകുമ്പോ ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. എന്നാ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തും ഇതുപോലെ തന്നെ പിളരുന്നതാണ്. അലാ സലാസിൻ വസബഈന ഫിറഖാ, 73 വിഭാഗമായി കൊണ്ട് പിളരുന്നതാണ്. കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു കക്ഷി ഒഴികെ 72 മലപരാധികളാണ്, നരകത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ പോകുന്ന അനപരാധികളെ കുറിച്ച് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് സംശയമില്ല, അവരെ കുറിച്ച് ആകാംക്ഷയില്ല, അവരെ കുറിച്ചൊരു ചോദ്യവുമില്ല. മറിച്ച് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, വിജയിക്കുന്ന വിഭാഗം മൻഹും യാ റസൂലല്ലാഹ്.